നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടുള്ള ഒരാഴ്ചയാണ് കടന്നുപോയത്. നിഫ്റ്റി 50 24,300 എന്ന ഒരു നിർണായക ലെവല് കടന്ന് വളരെ ശക്തമായിട്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചു. വെള്ളിയാഴ്ച മാർക്കറ്റിൽ പുതിയൊരു ആവേശം നമുക്ക് കാണാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും നിഫ്റ്റി ഇനി മുകളിലേക്കാണ് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പൊട്ടൻഷ്യൽ മൂവ്മെന്റ് ആണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. നമ്മൾ അടുത്ത ആഴ്ചയിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ 1-2 ആഴ്ചകളായിട്ട് വെള്ളിയാഴ്ചകളിൽ നല്ല ഒരു പോസിറ്റീവ് മൊമെന്റം നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായിട്ടും അതൊരു നല്ല സൈൻ തന്നെയാണ്. ഇതിനു മുമ്പൊക്കെ മാർക്കറ്റ് ഇടിഞ്ഞുകൊണ്ടിരുന്ന അവസരങ്ങളിൽ വെള്ളിയാഴ്ചകൾ കറുത്ത ദിനങ്ങളായിരുന്നു. മിക്കവാറും എല്ലാ വെള്ളിയാഴ്ചകളും റെഡിൽ തന്നെയായിരുന്നു അവസാനിച്ചിരുന്നത്. പക്ഷേ ഇപ്പോ കാര്യങ്ങളാകെ മാറി മറിയുകയാണ്. സ്റ്റോക്കുകൾ ഓരോന്നായിട്ട് പതുക്കെ അവരുടെ ലെവലുകൾ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് കയറി വരികയാണ്. ക്വാർട്ടർ 1 റിസൾട്ടുകൾ വരുന്നു. റിസൾട്ടുകളോടനുബന്ധിച്ചിട്ടുള്ള നല്ല റാലികൾ ഒരുപാട് സ്റ്റോക്കുകളിൽ ഉണ്ടാകുന്നുണ്ട്. അതിന്റെ കൂടെ FISന്റെ ബൈയിങ്ങും ചെറുതാണെങ്കിലും നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അനുകൂല സാഹചര്യങ്ങൾ വരുമ്പോൾ നിഫ്റ്റി എന്ന ഇൻഡെക്സിന് മാത്രം അങ്ങനെ തളർന്നു കിടക്കാൻ കഴിയില്ല. നിഫ്റ്റി ഇൻഡെക്സ് 4,300 പിന്നിട്ട് മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അധികം താമസിക്കാതെ തന്നെ നിഫ്റ്റി 26,000 അതിന്റെ ഓൾ ടൈം ഹൈയും ഒക്കെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാനുള്ള സാധ്യതകൾ വീണ്ടും തെളിഞ്ഞു വരികയാണ് എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ആ ഒരു റാലിക്ക് തുടക്കമിടുന്നത് ഈ ക്വാർട്ടർ 1 റിസൾട്ടും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഇൻഡിവിജ്വൽ സ്റ്റോക്കുകളുടെ ഒരു ബുൾ റണ്ണുമാണ്. അപ്പൊ ആ ഒരു ബുൾ റണ്ണിൽ ഓൾറെഡി പങ്കാളികളായിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഇനി ആ ഒരു ബുൾ റണ്ണിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്, അടുത്ത ആഴ്ച ഏതൊക്കെ സ്റ്റോക്കുകളാണ് കുതിച്ചുയരാൻ പോകുന്നത്. അപ്പോൾ ആ സ്റ്റോക്കുകളെയൊക്കെ നമുക്ക് നേരത്തെ മനസ്സിലാക്കി വെക്കാം. അതുപോലെ തന്നെ മറ്റ് കോർപ്പറേറ്റ് ആക്ഷനുകൾ, IPOകൾ, അതുപോലെ തന്നെ ഡിവിഡൻഡുകൾ, റിസൾട്ടുകൾ, ഇവയെ പറ്റിയൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് Saran Smart Savings and Investment Solutions. അപ്പൊ ആദ്യം തന്നെ നമുക്ക് മാർക്കറ്റിന്റെ ആ ഒരു വലിയ ചിത്രം, ആ ഒരു ബിഗ് പിക്ചർ മനസ്സിലാക്കിയെടുക്കാം. കഴിഞ്ഞ ആഴ്ച നിഫ്റ്റി 24,300 മുകളിൽ ക്ലോസ് ചെയ്ത് മാർക്കറ്റിൽ ആ ഒരു ബുള്ളുകളുടെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. നല്ല രീതിയിലുള്ള ഒരു ബുള്ളിഷ് മൊമെന്റമാണ് നമ്മൾ പല സ്റ്റോക്കുകളിലും കാണാൻ കഴിഞ്ഞത്. IT സെക്ടറിൽ നല്ലൊരു റാലി കാണാൻ കഴിഞ്ഞു. മുമ്പുണ്ടായിരുന്ന IT സെക്ടറിന്റെ ആ ഒരു വീക്ക്നെസ് ഒക്കെ ഒരു പരിധി വരെ മാറി തുടങ്ങുന്ന ഒരു സാഹചര്യം നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. ബുള്ളുകളുടെ ശക്തി വളരെ വലുതാണ്. കാരണം 24,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് മുകളിൽ ശക്തമായിട്ട് നിൽക്കാൻ കഴിയുന്നത് നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ മുന്നേറ്റത്തിന് പിന്നിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞ ആഗോള വിപണിയിൽ കാണുന്ന ആ ഒരു സ്ഥിരത. യൂറോപ്യൻ മാർക്കറ്റുകൾ വലിയ തകർച്ചയില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിനും വളരെ പോസിറ്റീവായിട്ട് ഈ ഒരു സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലെ ശക്തമായിട്ടുള്ള ആഭ്യന്തര വാങ്ങലാണ്. വിദേശ സ്ഥാപനങ്ങൾ ചില സമയങ്ങളിൽ വിൽപ്പന നടത്തുമ്പോഴും DIS നല്ല രീതിയിൽ മാർക്കറ്റിനെ പിന്തുണയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുള്ള ഒരു വിശ്വാസം തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. ടെക്നിക്കലി പറഞ്ഞാൽ മാർക്കറ്റ് ഇപ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള ഒരു അപ് ട്രെൻഡിലാണ്. അതായത് മാർക്കറ്റ് പുതിയ ഹയർ ഹൈസ് സൃഷ്ടിക്കുന്നു. പഴയ ഹയർ ലോസിന് മുകളിൽ പുതിയ ഹയർ ലോസും ക്രിയേറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് തുടരുന്നിടത്തോളം ഓരോ ചെറിയ കറക്ഷനും മാർക്കറ്റിലേക്ക് നമുക്ക് എൻട്രി ചെയ്യാനുള്ള നല്ലൊരു അവസരമായിട്ട് നമുക്ക് കാണേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ആ പ്രധാന ഇൻഡെക്സുകളുടെ ആ ഒരു പെർഫോമൻസ് നമുക്ക് നോക്കിപ്പോകാം. വരുന്ന ആഴ്ച ശ്രദ്ധിക്കേണ്ട ടെക്നിക്കൽ ലെവലുകൾ കൂടി അതിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ആദ്യമായിട്ട് നമുക്ക് നിഫ്റ്റി 50 നോക്കാം. നിഫ്റ്റി 50 വെള്ളിയാഴ്ച 24,334 ക്ലോസ് ചെയ്തത്. 24,200 എന്ന ഒരു പ്രധാനപ്പെട്ട ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിൽ കൃത്യമായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു സപ്പോർട്ടായിട്ട് ഇനി ആക്ട് ചെയ്യും. ഇനി താഴേക്ക് ഒരു കറക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ 24,000 വളരെ വലിയ ഒരു സപ്പോർട്ടായിട്ട് വരും. മുകളിലേക്ക് പോവുകയാണെങ്കിൽ 24,400, 24,500 ഒക്കെയാണ് ഇനി അടുത്ത ഒരു ടാർഗറ്റ് ലെവലുകളായിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാനുള്ളത്. തീർച്ചയായിട്ടും ആ ലെവലുകൾ എത്തുമ്പോൾ ഒരു ചെറിയ കറക്ഷൻ ഒക്കെ ഉണ്ടാവും. എന്നിരുന്നാൽ കൂടിയും ആ ഒരു ലെവലുകളും അതും കടന്ന് മുന്നോട്ട് പോകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കാം. മാർക്കറ്റിന്റെ ഈ റാലിയിൽ ബാങ്ക് നിഫ്റ്റി ഓഹരികൾക്ക് വളരെ വലിയ പങ്കുണ്ട്. ഏകദേശം 58,500 മുകളിലാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. 58,000 മുകളിലുള്ള ഒരു ക്ലോസിംഗ് 59,000-ലേക്കും 59,300-ലേക്കും ഒക്കെയുള്ള ഒരു നേർത്ത പാത നമുക്ക് തുറന്നു തരുന്നുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് സെൻസെക്സിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 78,151 ക്ലോസ് ചെയ്തു. 27,500 മുകളിൽ ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റ് പുള്ളുകളുടെ ഒരു നിയന്ത്രണത്തിലാണ് എന്ന് വ്യക്തമാക്കുന്നത്. ഈ നിലവാരത്തിന് മുകളിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ 78,500-ലേക്കും തുടർന്ന് 80,000-ലേക്കൊക്കെ എത്താനുള്ള ഒരു സാധ്യതകൾ ചവിട്ടുപടിയായിട്ട് ഇതിനെ കാണേണ്ടതുണ്ട്. അപ്പോൾ ഇനി വരുന്ന ആഴ്ചയിൽ ശ്രദ്ധിക്കേണ്ട സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും നമ്മുടെ റഡാർ ഉണ്ടാകേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓഹരികളാണ് നമ്മളിവിടെ പറഞ്ഞു പോകുന്നത്. ഈ ആഴ്ചയുടെ അവസാനം റിസൾട്ട് വന്നതും അതുപോലെ തന്നെ വരുന്ന ആഴ്ചയിൽ
റിസൾട്ട് പ്രഖ്യാപിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് ഓഹരികൾ നമുക്ക് മുമ്പിലുണ്ട്. എന്നിരുന്നാലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാർക്കറ്റിനെ പിടിച്ചുകൊണ്ടു പോകാൻ കപ്പാസിറ്റി ഉള്ള ചില ഹൈ പൊട്ടൻഷ്യൽ സ്റ്റോക്കുകളെയാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത്. ഒന്നാമതായിട്ട് റിലയൻസ് ഇൻഡസ്ട്രീസ്, നിഫ്റ്റിയുടെ ഹെവി വെയിറ്റ് സ്റ്റോക്ക് ആയിട്ടുള്ള റിലയൻസ് നല്ല പോസിറ്റീവ് ട്രെൻഡിൽ തന്നെയാണ്. വെള്ളിയാഴ്ച മാത്രം ഓഹരി 1.92% ഒരു അപ്ട്രെൻഡ് നടത്തി. നിഫ്റ്റിക്ക് 24,300 മുകളിൽ തുടരാൻ റിലയൻസിന്റെ ആ ഒരു പിന്തുണ വളരെ വലുതായിരുന്നു. തീർച്ചയായിട്ടും ഇനിയും അങ്ങോട്ടേക്ക് ആ ഒരു പിന്തുണ റിലയൻസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. പ്രമുഖ മ്യൂച്വൽ ഫണ്ടുകൾ ഈ ഒരു സ്റ്റോക്കിൽ വലിയ ഹോൾഡിംഗ് നിലനിർത്തുന്നുണ്ട്. ദീർഘകാല നിക്ഷേപകർക്ക് ഒരു പോസിറ്റീവ് സിഗ്നലായിട്ട് അതിനെ കാണാൻ കഴിയും. അതുപോലെ തന്നെ HDFC ബാങ്ക് ഉച്ചകാലത്തെ ആ ഒരു കൺസോൾട്ടേഷന് ശേഷം ശക്തമായിട്ടുള്ളൊരു മുന്നേറ്റം കാഴ്ചവെക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ബാങ്കിന്റെ വിപണി മൂല്യത്തിൽ കാര്യമായിട്ടുള്ള വർധന ഉണ്ടായി. വീക്കെൻഡിൽ റിസൾട്ട് ഉണ്ട്. പ്രമുഖ റേറ്റിംഗ് ഏജൻസി ആയിട്ടുള്ള മൂഡീസ് ബാങ്കിന്റെ റേറ്റിംഗ് സ്ഥിരപ്പെടുത്തിയത് ഒരു പോസിറ്റീവ് വാർത്തയാണ്. ബാങ്ക് നിഫ്റ്റിയുടെ കുതിപ്പിന് തീർച്ചയായിട്ടും വളരെ നല്ല ഒരു ഫ്യൂൽ നൽകാൻ ഈ ഒരു കമ്പനിക്ക് ആയിരുന്നു. അതുപോലെ തന്നെ SBI, പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ കിങ് ആയിട്ടുള്ള SBI വളരെ ശക്തമായിട്ടുള്ള ബുള്ളിഷ് മൊമെന്റത്തിലാണ്. കഴിഞ്ഞ സെഷനുകളിൽ മികച്ച നേട്ടം ഉണ്ടാക്കാൻ കമ്പനിക്കായി. ഓരോ ചെറിയ ഇടിവിലും ഈ സ്റ്റോക്കിൽ നല്ല വാങ്ങൽ താല്പര്യം നമുക്ക് കാണാൻ കഴിയും. SBIയുടെ റേറ്റിംഗും സ്ഥിരമായിട്ട് മെച്ചപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ TCS, IT സെക്ടറിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുണ്ടായിരുന്ന ആ ഒരു ബലഹീനത മാറി ഒരു തിരിച്ചുവരവിന്റെ സൂചനകൾ കാണിക്കുകയാണ്. വെള്ളിയാഴ്ച നിഫ്റ്റി IT സൂചിക 1% ഉയർന്ന് നല്ല നേട്ടത്തിൽ മുന്നിലെത്തിയിരുന്നു. TCS പോലെയുള്ള വലിയ കമ്പനികൾ ഈ ഒരു തിരുത്തലിന് ശേഷം തിരിച്ചുവരവിന് ശ്രമിക്കുന്നത് എല്ലാ നിക്ഷേപകർക്കും നല്ല പ്രതീക്ഷകളാണ് നൽകുന്നത്. അപ്പൊ ഇനി നമുക്ക് കോർപ്പറേറ്റ് ആക്ഷനുകൾ നോക്കാം. കോർപ്പറേറ്റ് ആക്ഷനുകൾ, അതുപോലെ തന്നെ റിസൾട്ടുകൾ, IPO അപ്ഡേറ്റ്സ്. അടുത്ത ആഴ്ച മാർക്കറ്റിൽ നല്ല ചലനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ചില നിർണായക കാര്യങ്ങളാണ് പറയുന്നത്. ഡിവിഡൻഡ് ബോണസ് എക്സ് ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് ഡാറ്റ പാറ്റേൺസ് ഒരു ഷെയറിന് 10 രൂപ ഡിവിഡൻഡ് നൽകുന്നു. ഇതിന്റെ എക്സ് ഡേറ്റ് ജൂലൈ 24 ബോണസ് ഓഹരി നോക്കാം. കലിന്ദ് ലിമിറ്റഡ് 1:2 എന്ന അനുപാതത്തിൽ ബോണസ് ഓഹരികൾ നൽകുന്നുണ്ട്. കൈവശമുള്ള 2 ഓഹരിക്ക് ഒരു ബോണസ് ഓഹരി ലഭിക്കും. ഇതിന്റെ എക്സ് ഡേറ്റ് ജൂലൈ 24 കമ്പനി റിസൾട്ടുകൾ നോക്കാം. ഒന്നാം പാദ റിസൾട്ടുകളുടെ സീസൺ പുരോഗമിക്കുകയാണ്. റിസൾട്ട് വരുന്നതിന് മുമ്പും ശേഷവും സ്റ്റോക്കിൽ വലിയ ഫ്ലക്ച്വേഷൻസ് പ്രതീക്ഷിക്കാം. അടുത്ത ആഴ്ച ശ്രദ്ധിക്കേണ്ട ചില ഇമ്പോർട്ടന്റ് റിസൾട്ടുകൾ നോക്കാം. SCE ആക്ഷൻ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ് ജൂലൈ 20 റിസൾട്ട് പ്രഖ്യാപിക്കും. ഗബ്രിയൽ ഇന്ത്യ ജൂലൈ 21 റിസൾട്ട് വരുന്നു. അപ്പോൾ ഈ കമ്പനികളുടെ പ്രകടനം ആ ഒരു സ്റ്റോക്കുകളുടെ സെക്ടറുകളിലും നല്ല ചലനങ്ങൾ സൃഷ്ടിച്ചേക്കാം. IPO ലിസ്റ്റിംഗുകളും ഉണ്ട്. ഈ ആഴ്ചയിലെ പ്രധാന ആകർഷണം SBI ഫണ്ട്സ് മാനേജ്മെന്റ് IPOയുടെ ലിസ്റ്റിംഗ് ആണ്. അലോട്ട്മെന്റ് ജൂലൈ 17 പൂർത്തിയായി. ലിസ്റ്റിംഗ് വരുന്ന ചൊവ്വാഴ്ച, അതായത് ജൂലൈ 21 തന്നെ ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അലോട്ട്മെന്റ് ലഭിച്ചവർക്ക് നല്ലൊരു നേട്ടം ഉണ്ടാകുമോ നോക്കിയാണ്. തീർച്ചയായിട്ടും ആ ഒരു ഓപ്പണിംഗ് ഡേ നല്ലൊരു പ്രോഫിറ്റബിലിറ്റി സാധ്യതയുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു IPOയിലേക്കും നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ ഈ ഒരു ട്രേഡിംഗ് പ്ലാൻ നല്ല റിസ്ക് മാനേജ്മെന്റ് കൂടി കൺസിഡർ ചെയ്ത് വേണം എക്സിക്യൂട്ട് ചെയ്യാൻ. തീർച്ചയായിട്ടും നല്ല റിസ്ക് മാനേജ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ പകുതി വിജയിച്ചു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ആഴ്ച ജൂലൈ 18 റിസൾട്ടുകൾ പ്രഖ്യാപിച്ച കമ്പനികളുടെ ആ ഒരു എഫക്ട്, അല്ലെന്നുണ്ടെങ്കിൽ ആ റിസൾട്ടിന്റെ ഒരു എഫക്ട് നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയുന്നത് തിങ്കളാഴ്ചയാണ്. പ്രധാനപ്പെട്ട ബാങ്കിങ് ഓഹരികളെല്ലാം അവയുടെ റിസൾട്ട് പ്രഖ്യാപിച്ചത് ജൂലൈ 18 ആയതുകൊണ്ട് ആ ഒരു സ്റ്റോക്കുകളിലൊക്കെ നല്ലൊരു ഇമ്പാക്ട് കാണാൻ കഴിയും. HDFC ബാങ്ക്, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, കൊടാക് മഹീന്ദ്ര ബാങ്ക്, യെസ് ബാങ്ക് എന്നിവയുൾപ്പെടെ 20-ലധികം കമ്പനികളാണ് ജൂലൈ 18 ഒന്നാം പാദ റിസൾട്ട് പ്രഖ്യാപിച്ചത്. തീർച്ചയായിട്ടും ആ ഒരു ഇമ്പാക്ട് മൺഡേ നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. ഈ ഒരു സ്റ്റോക്കുകളുടെ റിസൾട്ടുകൾക്ക് അനുവാദികമായിട്ടുള്ള ഫ്ലക്ച്വേഷനും നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇനി ഒരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. ഇന്ത്യൻ മാർക്കറ്റ് വളരെ നിർണായകമായിട്ടുള്ള ടേൺ അറൗണ്ട് പോയിന്റിലാണ്. നിഫ്റ്റി 24,300 മുകളിൽ തുടരുകയാണ്. പോസിറ്റീവായിട്ടുള്ള സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. പ്രധാന കോർപ്പറേറ്റ് ആക്ഷനുകളും കമ്പനികളുടെ റിസൾട്ടുകളും SBI ഫണ്ട് മാനേജ്മെന്റ് IPOയുടെ ലിസ്റ്റിംഗും ഒക്കെ അടുത്ത ആഴ്ച വരാനിരിക്കുന്നു. നമ്മൾ ചർച്ച ചെയ്ത പല ടെക്നിക്കൽ ലെവലുകൾ നിങ്ങളുടെ ട്രേഡിംഗ് ഡിസിഷൻസിന് സഹായകരമാകും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ കരുതുന്നു. SBI ഫണ്ട് മാനേജ്മെന്റ് IPO ലിസ്റ്റിംഗിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ മാർക്കറ്റ് അനാലിസിസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് വിളിച്ചേക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.